Complex number system. A complex number is of the form a plus ib, where a and b are real numbers and I is called the imaginary unit iota, having the property that I square is equal to -1. So, ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമാണ്. I എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഇമാജിനറി യൂണിറ്റിനെയാണ്. ഐയുടെ വാല്യൂ √(-1) ആണ്. ആൻഡ് യു ക്യാൻ റിമെമ്പർ ദിസ് ഓൾസോ I സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? -1. സോ ഇങ്ങനെ a പ്ലസ് ib ഫോമിലുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ എയും ബിയും 2 റിയൽ നമ്പേഴ്സ് ആണ്. യു ക്യാൻ സീ ദ എക്സാമ്പിൾ. 2 plus I is a complex number because it is of the form a plus ib. Okay, so 2a is equal to 2 here, b is equal to 5 here, 2 real numbers, and I is the imaginary unit. I is equal to √(-1) or I square is equal to -1. Okay, what about the second one? 3 minus I2. It is of the form a plus ib, isn't it? Where in place of a we have 3 and in place of b we have -2. Okay, plus I into -2 ആണ് -I2 ആയിട്ട് മാറുന്നത്. Okay, next √2 plus I3. It is a complex number because it is of the form a plus ib, where a is equal to √2, a real number, b is equal to 3, a real number. Okay, now next is -2/5 plus I. It's a complex number because it is of the form a plus ib, where a is equal to -2/5, a real number, plus I into 1. That means b is equal to 1. Okay, so a plus ib ഫോമിലുള്ള നമ്പേഴ്സിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. സോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് അതിന്റെ ജനറൽ ഫോം ആണ് a പ്ലസ് ib. എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. I is called the imaginary unit. Its value is √(-1). I square is -1. സോ നമുക്ക് ഏത് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിലും അതായത് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പർ വന്നാൽ അതിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം ഓർത്ത് വയ്ക്കുക, a പ്ലസ് ib. സാധാരണ നമ്മൾ കോംപ്ലക്സ് നമ്പർ എഴുതുന്ന സമയത്ത് z എന്ന ലെറ്റർ എഴുതും. സോ വി റൈറ്റ് z is equal to a plus ib. സോ ഈ തന്നിരിക്കുന്ന എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും നമ്മൾ എഴുതുന്ന സമയത്ത് സിംപ്ലി 2 plus i5 എന്ന് എഴുതുന്നതിന് പകരം z is equal to 2 plus i5 എന്ന് എഴുതാറുണ്ട്. ഓക്കെ, here we have some numbers, square root of negative real numbers. So we know that square root of negative real numbers are called complex numbers. Here we have to write these numbers as complex numbers. ഇത് ഓൾറെഡി കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ്, പക്ഷെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആ ഒരു ജനറൽ ഫോമിലേക്ക് ഇതിനെ നമ്മൾ മാറ്റിയെടുക്കും. സോ കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ എഴുതാറില്ല. നമ്മൾ ഏത് ഫോമിലാണ് എഴുതുക? a പ്ലസ് ib ഫോമിൽ വേണം എഴുതാൻ. സോ ആ ഒരു ഫോമിലേക്ക് കോംപ്ലക്സ് നമ്പറിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി എഴുതാം. ഓക്കെ, സോ വി ഹാവ് √(-35). അതിന് നമുക്ക് എങ്ങനെ എഴുതാം? -35നെ -1 into 35 എന്ന് എഴുതാം. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. √(-1) into √(35). ഓക്കെ, √(-1)നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് I. √35, ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 35. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? √35 എന്ന് തന്നെ എഴുതിയാൽ മതി. So you can write I √35 or √35I. So √(-35) is equal to √35I. Next we have 3 minus √(-7). സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ സാധാരണ നമ്മൾ എഴുതാറില്ല. അതിനെ നമ്മൾ ഐയുടെ ഫോമിലേക്ക് മാറ്റി എഴുതണം. So this can be written as 3 minus √-7 can be written as -1 into 7. That's equal to 3 minus, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, √-1 into √7. Okay, so 3 minus √-1 is I.
root 7 perfect square number alla 7, so root 7 തന്നെ നിർത്തിയാൽ മതി. So 3 minus I root 7. So complex number ന്റെ ഫോമിൽ ഇതായി. Next one we have root of minus 4. So this is equal to root of minus 1 into 4. That is root of minus 1 into root 4. Okay. Root 4 എന്ന് വന്നാൽ പ്ലസ് ഓർ മൈനസ് എഴുതരുത്, പോസിറ്റീവ് നമ്പർ മാത്രമാണ് അത് പറയുന്നത്. ഓക്കെ, സോ റൂട്ട് മൈനസ് 1 is I, root 4 is 2. So I2 or we write 2I is the complex number. Next 5 plus root of minus 25. So അതിനെ എങ്ങനെ എഴുതാം? 5 plus root of minus 25 can be written as minus 1 into 25. Okay. So we have 5 plus this can be splitted as root of minus 1 into root of 25. Okay, that's equal to 5 plus root minus 1 is I. Root 25 is 5. So we have 5 plus 5y or 5 plus I5 is the complex number. Don't write this as 10i. ഇതിനെ 10i എന്ന് എഴുതരുത്. It's a complex number. It's a real number. So a complex number is of the form a plus ib. ഒരു റിയൽ നമ്പറിന്റെ കൂടെ ഒരു ഇമാജിനറി നമ്പർ ആഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എഴുതുക. So this is 5 plus 5y the complex number. Next we have root of minus 8. Root of minus 8 can be written as root of minus 1 into 8. Okay, so this can be splitted as root of minus 1 into root 8. Root minus 1 can be written as I, the imaginary unit. Root 8 can be simplified. Okay, again it can be written as root of 4 into 2. So I into root 4 into root 2. So this is equal to I into what is root 4? It is 2. Root 2. So we can write this as 2 root 2 I, the complex number. So root of negative number വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഐയുടെ ഫോമിലേക്കായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ ആകുമ്പോഴാണ് ഇത് കോംപ്ലക്സ് നമ്പർ എന്ന രൂപത്തിലേക്ക് വരിക. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിലെന്തായാലും ഐ, ഇമാജിനറി യൂണിറ്റ് അയോട്ട ഉണ്ടായിരിക്കണം.